മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യം കേട്ടില്ലേ? ഇനി നമുക്ക് കുട്ടിച്ചാത്തന്റെ ഐതിഹ്യം കേട്ടാലോ? ഓരോ തെയ്യങ്ങളുടെ ഐതിഹ്യം കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. ഇപ്പൊ ചാപ്റ്റർ 10 കുട്ടിച്ചാത്തൻ. ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറിയപ്പോൾ അവർക്കുണ്ടായ പുത്രനാണ് കുട്ടിച്ചാത്തൻ. മക്കളില്ലാതെ കാളക്കാട്ടില്ലത്തെ നമ്പൂതിരിക്ക് ദൈവദത്തമായി കുട്ടിച്ചാത്തനെ മകനായി ലഭിച്ചു. അതോടെ കാളക്കാട്ടില്ലത്തെ കുട്ടിച്ചാത്തൻ ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ അനുവർത്തിക്കാൻ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യ ബുദ്ധി പ്രകടിപ്പിച്ചുവെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറായില്ല. തന്നെ അനുസരിക്കാതിരുന്ന ഗുരുനാഥൻ കുട്ടിച്ചാത്തനെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു. ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്നു പഠിപ്പ് മതിയാക്കി സ്ഥലം വിട്ടു. തുടർന്ന് കാളക്കാട്ടില്ലത്തെ കന്നുകാലികളെ മേയ്ക്കുന്ന ചാത്തൻ ഒരു കാളയെ അറുത്ത് ചോര കുടിച്ചു. നമ്പൂതിരി കോപാകുലനായി ചാത്തനെ ശിക്ഷിച്ചു. ഇതില്ലത്തെ അമ്മയുടെ ഏഷണി പ്രകാരമാണെന്ന് കരുതി ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു. ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു.